ദിവ്യ ദിവാകരൻ ഇട്ട പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് താൻ ഇട്ട പോസ്റ്റിൽ തനിക്ക് പശ്ചാത്താപമുണ്ട് എന്ന് സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത്. പക്ഷേ ഈ നിമിഷം വരെ ഏതെങ്കിലും തരത്തിൽ ആ പിന്തുണ കൊടുത്ത സിനിമാ മേഖലയിലുള്ള താരങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഖേദക്കുറിപ്പ് ഇറക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഫെമിനിസ്റ്റ് ആയില്ലെങ്കിലും ഒരു മിനിമം മനുഷ്യ ജീവിയെങ്കിലും ആകണ്ടേ എന്ന് ചോദിച്ച് ദിവ്യ ഇട്ട ആ പോസ്റ്റിന് 1K കമന്റ് ഉണ്ട്. ഈ 1K കമന്റ് മുഴുവൻ അതിലൊരു 75% ദിവ്യയെ ചീത്ത വിളിക്കുന്ന കമന്റ്. അതായത് ഒരു പട ഇറങ്ങി വന്ന് ഈ സന്മാർഗം പഠിപ്പിച്ചുകൊണ്ട് ഇരയ്ക്കെതിരെയും ഇരയ്ക്കൊപ്പം ആര് നിൽക്കുന്നു അവർക്കെതിരെയും ഇനി മിണ്ടാനാവാത്ത തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്ന ഒരു കാര്യം കോൺഗ്രസ് പാർട്ടി പോലും കൈവിടുമ്പോൾ മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീരത്നങ്ങൾ ആണല്ലോ ഈ പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് സിനിമ ഇൻഡസ്ട്രിക്ക് നാണക്കേടാണല്ലേ? അല്ല, ഇതിപ്പോ ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ മാത്രം വിഷയമല്ല. നമ്മൾ ഏത് അധികാര സിസ്റ്റം ആയാലും പ്രത്യേകിച്ച് നമുക്ക് പാട്രിയാർക്കി തന്നെ നമുക്ക് എടുക്കാം. അത് പാട്രിയാർക്കി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ ഇരകളായ സ്ത്രീകളെ തന്നെ ഏജൻസ് ആക്കിക്കൊണ്ടാണ്. ഈ ഒരു സംവിധാനം, ഈ ഒരു ദുഷിച്ച സംവിധാനം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഏജൻസ് എന്ന് പറയുന്നതും ഇരകൾ എന്ന് പറയുന്നതും സ്ത്രീകൾ തന്നെയാണ്. അതിപ്പോ ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മൾ കുടുംബ വ്യവസ്ഥയിൽ പെൺകുട്ടി അടക്കം ഒതുക്കം പഠിപ്പിക്കുന്നത് അമ്മയിലൂടെ ആണല്ലോ. അച്ഛനേക്കാൾ കൂടുതൽ അമ്മയാണ് പെൺകുട്ടിയെ ഈ പറഞ്ഞ സന്മാർഗം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് കൂടുതൽ അമ്മയാണ്. ഇതേപോലെ സമൂഹത്തിൽ ഏത് സംവിധാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിന് സിനിമയായാലും പൊളിറ്റിക്സ് ആയാലും സ്ത്രീയെ തന്നെ ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പൊ സീമാജി നായർ ലൈവ് വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചെയ്തതും ഈ തൻവിയും അനുശ്രീയും ഒക്കെ അയാൾക്ക് എല്ലാവിധ ഒളിച്ചോടാൻ വരെയുള്ള സംവിധാനം വരെ ചെയ്തു കൊടുക്കുന്നതിലൊന്നും നമുക്കിതിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ എന്നൊന്നും ചിന്തിക്കുന്നതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സപ്പോസ് ബ്രിട്ടീഷുകാരോട് ഭരിച്ചിരുന്നപ്പോ പോലും ഇന്ത്യക്കാരെ തന്നെ ഇരകളായ ഇന്ത്യക്കാരെ തന്നെ ഏജൻസായി ഉപയോഗിച്ചുകൊണ്ടാണ് ആ സംവിധാനം ഇവിടെ നിലനിന്നത്. അല്ല, ബ്രിട്ടീഷുകാർ കുറച്ച് എണ്ണത്തിൽ കുറഞ്ഞ ബ്രിട്ടീഷുകാർ മാത്രമായിട്ട് ഇത്രയും വലിയ ജനവിഭാഗത്തെ ഭരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. ഒരു 50% കൂടുതൽ ഇന്ത്യക്കാരെ അവരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടും അവരെ ടൂളായി ഉപയോഗിച്ചുകൊണ്ടാണ് ആ സംവിധാനം ഇത്രയും വർഷം ഇവിടെ നിലനിന്നത്. അത് ഏത് അധികാര സംവിധാനവും അങ്ങനെ തന്നെയാണ് നിലനിന്ന് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ സീമാജി നായർ, ഈ പറഞ്ഞ തൻവിയും ഈ പറഞ്ഞ അനുശ്രീയും ഒക്കെ ഇതുപോലെ ഉപയോഗിക്കപ്പെടുന്ന ടൂൾസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ അവരെ വിമർശിക്കുന്നു, തീർച്ചയായിട്ടും അവരെ വ്യക്തിപരമായി വിമർശിക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പറച്ചിലുണ്ടല്ലോ, സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ് എന്നൊക്കെ പറയുന്ന അത്തരം പിന്തിരിപ്പൻ ഡയലോഗുകൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം ഇതിന്റെ പിന്നിൽ നടക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു പുരുഷാധിപത്യ സംവിധാനം സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ ഭംഗിയായി നിലനിർത്തുന്നു എന്നുള്ളത് മാത്രം നമ്മൾ അതിന്റെ പൊളിറ്റിക്സ് ആണ് നോക്കേണ്ടത്. അതിന്റെ പിന്നിലുള്ള കളികളാണ് നമ്മൾ കാണേണ്ടത്. അവിടെ നമ്മൾ വിമർശിക്കേണ്ടത് ഈ പുരുഷാധിപത്യത്തെയും പുരുഷൻ സ്ത്രീയെ ലൈംഗിക വസ്തുവായി ഇങ്ങനെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ചൂഷണം ചെയ്തതിനു ശേഷം വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന ഇതിനെ തന്നെയാണ് നമ്മൾ കൂടുതൽ വിമർശിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ പർട്ടിക്കുലർ സ്ത്രീകളെ ടാർഗറ്റ് വിമർശിക്കേണ്ടതുണ്ട്. കാരണം അവര് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ അവരുടെ ഒരുപക്ഷെ സാമ്പത്തിക ലാഭത്തിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അവരെ വിമർശിക്കാൻ തന്നെ വേണം. പക്ഷെ അതല്ല മെയിൻ പ്രശ്നം, അതല്ല എന്നുള്ളതും ഇവിടെ നിലനിൽക്കുന്ന പുരുഷൻ എന്നുള്ള ചൂഷകൻ തന്നെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടതെന്നുള്ള തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ ഇപ്പം സ്ത്രീ ആയിട്ടല്ലോ, കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നവരാണ് സിനിമാ മേഖലയിൽ നിൽക്കുന്നവർ. മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാക്കന്മാർ പോലും എടുക്കാത്തൊരു നിലപാടൊക്കെ ഇവർ വളരെ പബ്ലിക്കായിട്ട് എടുക്കുന്നത് ഒരു പാർട്ടിയിലെ വനിതാ നേതാക്കന്മാരുടെ നിലപാടിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു ഗട്ട്സ് ഉണ്ടല്ലോ, അതൊട്ടും ആശാസ്യകരമായ ഒന്നായിരുന്നില്ല. അല്ല, അത് ആശാസ്യകരമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇൻഡിവിജ്വലി അവരെ വിമർശിക്കപ്പെടുക തന്നെ വേണം. ഒരു പക്ഷെ അയാൾക്ക് പെട്ടെന്ന് വിലക്കെടുക്കാൻ പറ്റുന്നത് ഇവരെയായിരുന്നിരിക്കാം. പൊളിറ്റിക്സിലുള്ള സ്ത്രീകൾ കുറെ കൂടി കരുത്തുള്ളവരാണ്, കുറെ കൂടി അവർക്ക് നിലപാടുകളുണ്ട്, കുറെ കൂടി അവർ ഈ സംഭവം ഇയാളുടെ ക്യാരക്ടർ കുറച്ചുകൂടി പഠിച്ചവരായിരിക്കും. പ്രത്യേകിച്ച് ആ പാർട്ടിയിൽ തന്നെയുള്ള സ്ത്രീകള് ഒരുപാട് പേർക്ക് ഇത്തരം ഇയാളിൽ നിന്ന് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
അപ്പം ഇയാൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് പിന്നിൽ ആ സ്ത്രീകൾക്ക് വ്യക്തമായ കാരണമുണ്ട്. ഇയാൾ ഉദ്ദേശിച്ച പോലെ വിലക്കെടുക്കാൻ, പാർട്ടിയിലെ സ്ത്രീകളെ വിലക്കെടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ സിനിമയിൽ സിനിമയിൽ ഇപ്പൊ എല്ലാ നടിമാരെയൊക്കെ വിലക്കെടുക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഈ 2-3 പേരെ മാത്രമല്ലേ പറ്റിയിട്ടുള്ളൂ. അപ്പം അതിന്റെ പിന്നിൽ ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളോ മറ്റ് രീതിയിലുള്ള പേഴ്സണൽ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാവാം. അത് അയാൾക്ക് പെട്ടെന്ന് റീച്ചബിൾ ആയിട്ടുള്ള 3 പേരെ അയാൾ പിടിച്ചെടുത്ത് അയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനുള്ള ഏജൻസ് ആക്കി വെച്ചു. ഇതാണ് അതിന്റെ സത്യം. ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ എന്ത് ലാഭമാണ് അയാൾക്കുള്ളത്? സാമ്പത്തിക ലാഭം വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അയാൾ ഇങ്ങനെ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട്? അതെന്തുകൊണ്ടാണ്? ഇപ്പൊ അയാളിപ്പോ ഒരു സ്ത്രീ ആയിട്ടല്ലല്ലോ, അയാൾ സിനിമാ ഫീൽഡിൽ ഷൈൻ ചെയ്യുന്ന ഒരു നടനായിട്ടോ ഒന്നും അല്ലല്ലോ. ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ ലോജിക്ക് എന്താണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. പക്ഷെ വാട്ടെവർ, ഈ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ നല്ലൊരു രീതിയിൽ തന്നെ ഈ ഒരു വിഭാഗം ഭയന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പിന്നെ ആരും ലൈവുമായിട്ട് വരികയോ തലമുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പോ. എല്ലാവരും ഒന്ന് ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ രാഹുൽ ഈശ്വറിന് മാത്രമല്ല 10-20ഓളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, ഈ അതിജീവിതയ്ക്ക് എതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടുള്ള ആൾക്കാരെ. അപ്പൊ ഒരു നല്ല സൂചന തന്നെയാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ നല്ലൊരു നടപടിയാണ് തന്നെ പറയണം. കാരണം തുടക്കത്തിലല്ല, കുറെ ദിവസമായിട്ട് ആ കുട്ടി ആക്രമണം നേരിട്ടു, അതിൽ വേറൊരു വശം. എന്നാൽ പോലും ഇവരെയൊക്കെ ഒന്ന് ഒതുക്കാനുള്ള ഒരു നല്ല നടപടിയായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകണം. ഇങ്ങനെ തോന്നിയ മാതിരി ഇത്രയും ക്രൂരമായ ഒരു പീഡനത്തിലൂടെ കടന്നുപോയ, ശാരീരികമായും മാനസികമായിട്ടും തകർന്നു കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാനുള്ള ഒരു ധൈര്യം ഇനി ആർക്കും ഉണ്ടാകരുത്. അത് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോട് കൂടി ഇനി മറ്റ് 10-20 പേരെ വേറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടു. അപ്പം അത്തരം നടപടികളിലൂടെ ഇതിനൊരു തടയിടാൻ സർക്കാരിന് കഴിയണം. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ശരി, ഞാൻ തിരികെ എത്താം ദിവ്യ.